പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെന്റുകൾ, പങ്കെടുക്കുന്ന ഇന്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിന്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ലൂക്ക 22:31. ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ
നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ഗോതമ്പ് മണി പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. അതായത് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് ആലപ്പുഴ റേഡിയോ സ്റ്റേഷൻ്റെ അടുത്ത് ഉള്ള പള്ളിയിലാണ് ഇരുന്നത്. എൻ്റെ പള്ളി ഇരുന്ന റേഡിയോ സ്റ്റേഷൻ കാണാം. അപ്പം അതിൻ്റെ രസം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ച് പോലെ അല്ലേ, ഈ റേഡിയോ സ്റ്റേഷന് നല്ല 300 അടി ഉയരമാണ്, 350 അടി ഉയരമുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്ഥലത്തേച്ച് അത് വലിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ്, സ്റ്റേ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അത് എന്തിനാണ്? ഈ റേഡിയോ സ്റ്റേഷൻ വീഴാതിരിക്കാനാ. ഉയരം കൂടുന്തോറും നമുക്ക് സപ്പോർട്ട് കൂടുതൽ വരും എന്നുള്ളതാണ് റേഡിയോ സ്റ്റേഷനെ പഠിപ്പിച്ചൊരു പാഠം. ഉയരം കൂടുന്നില്ലെങ്കിൽ ഇപ്പം ടെലിഫോൺ എക്സ്ചേഞ്ചിനൊക്കെ പ്രത്യേകിച്ച് വലിച്ചു കെട്ടണ സ്റ്റേ വയറൊന്നും ഇല്ലല്ലോ, സ്റ്റേ കമ്പികളൊന്നും ഇല്ല. സ്റ്റേഷൻ നല്ല ഉയരമാണ്, അതുകൊണ്ട് എല്ലാ 4 പാടേക്കും അത് വലിച്ചു കെട്ടണമുണ്ട്. വിശ്വാസത്തിൽ എപ്പോഴും വ്യക്തി വളരുന്നതനുസരിച്ച് കർത്താവ് 2 സ്റ്റേ ആണ് പറയണത്. ഒന്ന്, ഞാൻ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നത്തെ സ്റ്റേ എന്താണ്? പിന്നത്തത്, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നിലനിർത്തുകയും ചെയ്യണം. അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതും നമ്മുടെ വിശ്വാസം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ്. കാര്യം നിങ്ങൾ പല ആൾക്കാരും, ഞാൻ ഇതുമാത്രം ആയിരക്കണക്കിന് പ്രാർത്ഥന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുന്നവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കോമൺ അളവിൽ, ഒരു പൊതു അളവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു മിനിമം വിശ്വാസം മതി. പക്ഷെ നടക്കുന്നതിന് മാക്സിമം വിശ്വാസം വേണം. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? പ്രാർത്ഥിക്കുന്നതിന് ആർക്കും വലിയ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നത് നടക്കണമെങ്കിൽ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണത് എന്തിനാണ്? ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാവുന്നതാണ്. ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിരിപ്പതാണ്, പിന്നെ പ്രാർത്ഥിച്ചതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർക്ക് തന്നെ ഇവിടെ പ്രാർത്ഥനയിൽ കോൺഫിഡൻസ് ഇല്ല. കർത്താവ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു എന്ന് നിങ്ങൾ കരുതണം. അത് വേറെ വിശ്വാസമാണ്. മാർക്കോസ് 11:24. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ഇതിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, അച്ഛൻ നേരത്തെ എന്താ പറഞ്ഞത്? പ്രാർത്ഥിക്കുന്നതും അതിന് ഒരു മിനിമം വിശ്വാസം ഉണ്ടാകണം. പക്ഷെ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ മാക്സിമം വിശ്വാസം വേണം. പല ആൾക്കാരും കിട്ടിയാൽ കൂട്ടി പോയാൽ ചട്ടി എന്ന രീതിയിൽ പൊട്ടക്കിണനെ മാവിട്ടെറിഞ്ഞ് എറിയണ പോലെയാണ് പല പ്രാർത്ഥന. അതെന്ന് വെച്ചാൽ അത് അവർക്ക് മിനിമം വിശ്വാസമുണ്ട്, അത് ഫയർ ആക്കാനുള്ള വിശ്വാസമുണ്ട്, അത് പ്രാർത്ഥിക്കാനുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ലഭിക്കണമെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസമില്ല. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതെങ്ങനെ നേടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇപ്പം ഈശോ പറഞ്ഞ പോലെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നമ്മുടെ ആത്മബന്ധമുള്ള ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത് എന്താണ്? നമ്മൾ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അവരെ പിന്തുണച്ചുകൊണ്ടും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വിശ്വാസം വളർത്തണം.
അങ്ങനെ വരുമ്പോഴാണ് ഈ വിശ്വാസം നമുക്ക് കിട്ടുന്നത്. എന്താണ്? പ്രാർത്ഥിക്കണം, ലഭിച്ചു എന്ന് വിശ്വസിക്കുക എന്നുള്ള വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ പ്രോസസ്സ് നടക്കണം. മനസ്സിലായില്ല? നിങ്ങൾ ഉടമ്പടി എടുത്തു 5 പുതുക്കി 3 പുതുക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉടമ്പടി കൊണ്ട് സാധ്യമാകുന്ന ഈ പ്രോസസ്സ് നടക്കണം. എന്താണ്? എൻ്റെ വചനം പാലിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും. ബേസിക് ഉടമ്പടി ദൈവത്തെ സ്നേഹിക്കുന്നതാണല്ലേ. ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മൾ പിന്നെ ദൈവം ഓണർ ചെയ്യാൻ തുടങ്ങും. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നണം, നമുക്ക് തോന്നിയാൽ പറ്റത്തില്ല. ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മൾ പിന്നെ ഓണർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന പാസ്പോർട്ടിൽ തന്നെ ആ പേജിൽ തന്നെ അടിച്ചു വരുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിലെ അത്രയും അതുകൊണ്ട് അമ്മ ഈ പരിശുദ്ധ അമ്മ ഈ ഉടമ്പടി ചെയ്തപ്പോൾ ഇത് അനുഭവിച്ചതാണ്. അതുകൊണ്ട് അമ്മ ഇതിനൊക്കെ പറഞ്ഞ വേറെ വാക്കാണ് പറഞ്ഞത്. ഇപ്പം ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് നിങ്ങളെ വസിക്കുമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് 14:10 വരെ പറയും, അതുകൊണ്ട് പിതാവും ഞാനും തമ്മിൽ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന് പറയും ഈശോ പറയും. അങ്ങനെ ഉടമ്പടി ചെയ്തത് കൊണ്ടാണ് പിതാവ് വന്ന് എന്നിൽ വസിക്കണം. അതുകൊണ്ട് ഞാനല്ല ഈ പ്രവർത്തിക്കണം. കടലിൻ്റെ മീതെ നടക്കുന്നുണ്ട്, വെള്ളം വീഞ്ഞാകുന്നുണ്ട്, പക്ഷേ എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. കൈയിട്ടിച്ച് കർത്താവോട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം. എനിക്ക് ഇന്നലെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സ്നേഹം ദൈവത്തോട് തോന്നുന്നുണ്ടോ? തോന്നണില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഉടമ്പടി ആയിട്ടില്ല. ഇപ്പോൾ ചില പറയില്ലേ, ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മൊബൈലിനെ, പക്ഷേ ആക്ടിവേഷൻ ആയിട്ടില്ല. നമ്മൾ ചാർജ് ചെയ്തതേ ഉള്ളൂ, ആക്ടിവേഷൻ ആയിട്ടില്ല. ഇതുപോലെ തന്നെ ഉടമ്പടി ചെയ്താൽ അത് ആക്ടിവേഷനായാൽ നമുക്കറിയാൻ പറ്റും എന്താണ് നിങ്ങൾക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ ദൈവത്തോട് സ്നേഹം തോന്നും, അല്ലെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹം അനുഭവിക്കും. നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ അറിയണത് അങ്ങനെയാണ്. എന്താണ്? വല്ലാത്തൊരു ദൈവസ്നേഹം ഫീൽ ചെയ്യും. ദൈവസ്നേഹം ഫീൽ ചെയ്യുക തന്നെയല്ല, നമ്മൾ വേറെ ഒരു ലോകത്തേക്കാരും ദൈവമായിട്ടല്ലേ നമ്മൾ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണത്. അപ്പോഴെന്നാ സംഭവിക്കണമെന്നത് ഇതിൽ നിഷ തോമസ് പറയുന്നുണ്ടേ, എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര ബാക്കാണ്. ഞാൻ 10 കൊല്ലമായിട്ട് എനിക്ക് എഡ്യൂക്കേഷണൽ ഗ്യാപ്പുണ്ട്. കരിയർ ഗ്യാപ്പ് മാത്രമല്ല, എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട്. മെറിറ്റ് ഒരു മെറിറ്റുമില്ല, 0 മെറിറ്റ് അടിക്ക്. 0 മെറിറ്റാണ് ഉള്ളത് ഈ നിഷ തോമസിന്. എന്താണ്? എഡ്യൂക്കേഷൻ ഗ്യാപ്പ്. പഠിച്ചിട്ട് കുറേ നാളായി. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിനൊക്കെ ബാക്കാണ്. പ്രൊമട്ടറി, സൗദിയുടെ പ്രൊമട്ടറിയല്ലേ എഴുതുന്നത്. ഏജൻറ്റെ കയറ്റി വിട്ടിരിക്കുകയാണ് കക്ഷിയെ. എന്താണ്? പരീക്ഷ ഒന്നും വേണ്ടെന്നും പറഞ്ഞ്. അതാണ് ഇപ്പായി പോയത്. ഈ നിഷ തോമസിന് ഏജൻറ്റ് പാക്ക് ചെയ്ത് വിട്ടിരിക്കുകയും സൗദിയിൽ ഇതിന് പരീക്ഷ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവർക്ക് പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ ജോലിയും കൊടുക്കും. ജോലി കൊടുത്ത് 1 മാസം കഴിയുമ്പോൾ മാനേജറിൻ്റെ കളർ പോവും. അയാൾ പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, ക്ലിയർ, പക്ഷേ ഇവിടെ നിങ്ങൾ തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊമോട്ടർ എഴുതേണ്ടി വരുമെന്ന് പറയും. ഇവളങ്ങോട്ട് ഇരുന്ന് പേർത്ത് പോവാൾ. കാര്യം അവർ ചിന്തിച്ചില്ലല്ല, ആലോചിച്ചില്ലല്ല. 10 കൊല്ലമായി പഠിച്ചിട്ട് ഒരു ടച്ച് ഇല്ല. 10 കൊല്ലമായി ജോലി ചെയ്തിട്ട് ഗ്യാപ്പുണ്ട്. ഇനി ഇതെല്ലാം ഇൻസ്പെക്ട് ചെയ്യാൻ പോവുകയാണ്. അതോടുകൂടി തിരിച്ച് ഏജൻറ്റ് കാശ് കൊണ്ടുപോവുകയും ചെയ്യും. ഇവർക്ക് തിരിച്ച് പോരേണ്ടി വരിക. അപ്പോൾ ഇവളുടെ ജീവിതം വല്ലാത്ത രീതിയിലായിപ്പോയി. അപ്പോൾ എന്നാ ചെയ്യണത്? ആകപ്പാടെയുള്ള പിടിവള്ളി എന്ന് പറയുന്നത് എന്താണ്? ഈ പാവപ്പെട്ടവൾ ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. ദൈവത്തിനുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മൈൻഡ് സെറ്റിൽ ഉടമ്പടി ചെയ്താലും ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിന് മാറ്റമൊന്നുമില്ല. മനസ്സിലായില്ലേ? ദൈവം അതിൽ നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തതെന്ന് ദൈവത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് ദൈവം അത് പാലിക്കും. ഇവളുടെ ഉള്ളിൽ അമ്മ പറയുന്നുണ്ട് എന്താണ്? നീ പ്രൊമോട്ടർ എഴുത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തോളാവുന്നു. അതാണ് വിഷയം. ഇവർക്ക് ടച്ചില്ലല്ലോ. അവിടെ തന്നെ പറയും ഞാൻ ഇംഗ്ലീഷിലൊക്കെ പണ്ടേ ബാക്കാണ്, ഇപ്പോൾ 10 കൊല്ലം പഠിച്ചിട്ട് ഇത് എഴുതണമെന്നും പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ട്രാപ്പിലായത്. ട്രാപ്പാണല്ലേ ശരിക്കും പറഞ്ഞാൽ. ഈ ട്രാപ്പിൽ നിന്ന് ഇവർ ശരീരം ഉരുകി മാറുമ്പോഴും ഉള്ളിൽ നിന്നൊരു ശക്തി പറയും നീ ഇതിനെ കവർ ചെയ്യും. എന്തുകൊണ്ടാണ്? അമ്മ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ശക്തനായവൻ എനിക്ക് വലിയ അത് ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ഫീലിംഗാണ്. ഫസ്റ്റ് ഫീലിംഗ് എന്ന് വെച്ചാൽ അമ്മ ഉടമ്പടി ചെയ്തില്ലേ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞല്ലോ. അതല്ലേ മരീൻ ഉടമ്പടിയുടെ ബേസ് അതല്ലേ. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് മെറിറ്റോറിയസ് ആയിട്ട് ഇത് നടക്കത്തില്ലെന്ന് പറയും. അതായത് എനിക്കതിനുള്ള മെറിറ്റില്ല. അവരുടെ മെറിറ്റിൻ്റെ പ്രശ്നമാണ്, യോഗ്യതയാണ്. എന്താണ്? ഞാൻ പുരുഷനെ ഒരു കുഞ്ഞുണ്ടാണെങ്കിൽ പുരുഷനെ അറിയണ്ടേ, അതല്ല എൻ്റെ മെറിറ്റ് എന്ന് പറയണത്. ഞാൻ കന്യകയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ്, അപ്പം ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണെന്ന് പറയും.
ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണ്. അമ്മ കറക്റ്റ് കാര്യം പറഞ്ഞു. 10-16 വയസ്സേ ഉള്ളെങ്കിലും ഇവർ മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കണം. കാരണം 16 വയസ്സിന് 64 വയസ്സിൻ്റെ വായിലാണ് ഇവർ സംസാരിക്കണത്. എന്നാ സംസാരിക്കണത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇത് അമ്മ മാത്രം പറഞ്ഞതല്ല. ഇപ്പം ഇവരുടെയും അവസ്ഥ തന്നെയല്ലേ, നിഷ തോമസിൻ്റെ അവസ്ഥ തന്നെയല്ലേ? 10 കൊല്ലമായിട്ടൊക്കെ ടച്ചില്ല. പിന്നെ ഞാനിതെങ്ങനെ പ്രൊമോട്ടർ എഴുതണത്? ഇതെങ്ങനെ സംഭവിക്കും? എനിക്കറിയത്തില്ലെന്നല്ലേ പറയണത്. എങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ വാക്കിലല്ല അവസാനിക്കണത്. ദാറ്റ് മീൻസ് എനിക്ക് മെറിറ്റ് ഇല്ല എന്നാണ് എൻ്റെ അത് ഉടമ്പടി ബേസിൽ റീഡ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് നോ മെറിറ്റ് ഇൻ ദിസ് ഫീൽഡ്. ഈ മേഖലയിൽ എനിക്ക് മെറിറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഈ മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഉള്ളത്? മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്താ വർക്ക് ചെയ്യണത്? അപ്പോൾ പരിശുദ്ധാത്മാവ് മാലാഖ പറയും, അത് ശരിയാണ്, നിനക്ക് മെറിറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ മെറിറ്റിലല്ലല്ലോ, മെറിറ്റിൽ മാത്രമല്ല ദൈവം കാര്യങ്ങൾ ചെയ്യണത്. അതാണ് ദൈവം എങ്ങനെ കാര്യം ചെയ്യണത്. പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും. 1:30 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 1:34 തൊട്ട് വായിക്കുക. ശ്രദ്ധിക്കട്ടെ. മറിയം ദൂതനോട് പറഞ്ഞു, മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. എങ്ങനെ സംഭവിക്കും? അറിയുന്നില്ലല്ലോ, ഇല്ലല്ലോ. എങ്ങനെ സംഭവിക്കും? ഇല്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് ആണ് അടുത്ത വിഷയം. ഓരോ വിഷയത്തിൻ്റെ അകത്തും നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യത. എങ്ങനെ നടക്കും? 2 കോടി കടമുണ്ടല്ലോ, എനിക്ക് വിറ്റാൽ തന്നെ എൻ്റെ കടം വീട്ടാൻ, എൻ്റെ വീട് സ്ഥലം വിറ്റാൽ പോലും എൻ്റെ കടം വീട്ടാൻ പറ്റത്തില്ലല്ലോ. അതാണ് സാധനം. അതായത് ഇത് നമ്മുടെ എല്ലാ വേദനകൾക്കും പ്രതിസന്ധികൾക്കും അതിൻ്റെ ഡിവൈൻ ഫോർമാറ്റ് ആദ്യം ദൈവതിരുസന്നിധി വെക്കുന്നത് അമ്മയാണ്. ഇപ്പോൾ നമ്മൾ പറയും എനിക്ക് 2 കോടി കടമുണ്ടല്ലോ, എൻ്റെ ഫാക്ടറി വിറ്റാൽ പോലും എനിക്ക് കടം അടക്കാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയാണ് സംഭവം. അത് തന്നെയാണ് 1:34 പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മെറിറ്റ് പറയുമ്പോൾ നമുക്കറിയാം ഒരു വിഷയം നടക്കണമെങ്കിലുള്ള കപ്പാസിറ്റി മെറിറ്റാണ്. അതില്ലാത്ത അവസ്ഥ ഉണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ ചിലർ എന്നോട് പറയും, അച്ഛാ വീടില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, സ്ഥലമുണ്ടോ? സ്ഥലവും ഇല്ലെന്ന് പറയും. വീടില്ലെന്ന് പറയും, സ്ഥലമുണ്ടോ? സ്ഥലവും ഇല്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ചിരിക്കും. എന്താ കാര്യം എന്നറിയും? ഇവർക്ക് ടോട്ടൽ മെറിറ്റില്ല. ഇവർക്ക് ടോട്ടൽ മെറിറ്റില്ല. ഇനി ഇവർക്ക് ദൈവം ഒന്നേന്നും പറഞ്ഞ് എല്ലാം ചെയ്യണം. ഇവർ വൃത്തിയും വിനയമുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ്, ഇതുമായിട്ടേ പോകത്തുള്ളൂ, ദൈവമായിട്ടേ പോകത്തുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവർക്ക് 90 ദിവസത്തിനുള്ളിൽ സാധനം അസെൻ്റ് ആവും. കാര്യം ഒന്നും ഇല്ലായ്മയാണില്ല നമ്മുടെ എല്ലാത്തിൻ്റെ ഉള്ളായ്മയുടെ ആദ്യ രൂപം എന്ന് പറയണത്. അതായത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നെറ്റി തുളിച്ചു കാണും. നിങ്ങൾ ഇങ്ങനെ മീഡിയേറ്ററായിട്ട് നിങ്ങളെ സഹായിക്കാൻ എല്ലായിടത്തും ആളെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവസരം ദരിദ്രന്മാരാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവിടെ ആങ്ങളുണ്ട്, ഇവിടെ ആൻറ്റി ഉണ്ട്, അവിടെ കൊച്ചാപ്പനുണ്ട്, അവിടെ വല്യപ്പനുണ്ട്, വല്യപ്പൻ്റെ മക്കളുണ്ട്, കസിൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അവസരം കൊണ്ടേ പോകത്തുള്ളൂ. നിങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ ജീവിക്കണം. ദൈവം മാത്രം ആണ് ഉള്ളത്. ഇവരൊക്കെ ഉണ്ടാകാം, ദൈവം തന്നതല്ലേ. അത് ദൈവം തന്നതല്ലേ. അങ്കിളായാലും ആൻറ്റി ആയാലും ആരായാലും കൊച്ചാപ്പനായാലും ആര് തന്നാണ്? ദൈവം തന്നാണ്. എല്ലാം ഉണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഇല്ലായ്മ ഫീൽ ചെയ്യണം നമുക്ക്. മനസ്സിലായി? ഇതുപോലെ തന്നെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളെന്താ ചെയ്തിരിക്കണത്? നിങ്ങളെ ടോട്ടൽ ഇല്ലായ്മയിലേക്ക് ദൈവം പുതിയ പദ്ധതിയുമായിട്ട് വരികയാണ്. എന്താ ചെയ്യണത്? അതായത് നമ്മൾ പരിശുദ്ധ അമ്മ ദൈവത്തോട് പറയുന്നൊരു വാക്യമാണ്. എന്താണ്? ഒന്ന് വായിച്ചോ. 1:34 ലൂക്കാ 1:34 വായിച്ചേ. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു. ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പം മെറിറ്റ് ഇല്ലെന്നുള്ള അമ്മ പറഞ്ഞല്ലോ, ഇല്ലേ? ഇനി ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണത്? ഉടമ്പടിയിലേക്ക് പതുക്കെ പോവുകയാണ്. അപ്പം ഉടമ്പടിയിലേക്ക് അമ്മയും ഈ ദൈവവും തമ്മിൽ ഉടമ്പടിയിലോട്ട് പോവുകയാണ്. ഇനി ഉടമ്പടിയോട് അങ്ങനെ പോവുകയാണെന്ന്. അപ്പോൾ ആദ്യം അമ്മയുടെ ആ ഒരു ആസ്തി എന്താണെന്നുള്ളത് വെളിപ്പെടുത്തും, നമ്മുടെ ഇല്ലായ്മ വെളിപ്പെടുത്തും. അത് കഴിയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അവൻ അടുത്ത വായിച്ചേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതാണപ്പ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് 1:35 അത് ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ ഉള്ളത്? ഇപ്പം നിങ്ങൾക്ക് വീടില്ല, സ്ഥലമില്ല, പ്രായം കൂടി പോയി, പെണ്ണ് കെട്ടിയിട്ടില്ല, അങ്ങനെ കുറേ ഇല്ലായ്മ വരികയില്ലേ. ഇങ്ങനെ അതിനെല്ലാം നിങ്ങൾക്ക് മാനുഷികമായി പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ വിചാരിക്കുക. മാനുഷികമായി പറഞ്ഞാൽ ഇല്ലാത്തവരിവിടെ ജീവിക്കണ്ടേ? മനുഷ്യന്മാർക്ക് ജീവിക്കേണ്ടിയിരിക്കും. പക്ഷേ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നീ ജീവിക്കണം എന്നതുകൊണ്ടാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് മെറിറ്റിലല്ലെങ്കിൽ ഇത് ഗ്രേസ് വർക്ക് ജീവിതം പറഞ്ഞത്. കൈയടിച്ച് കർത്താൻ പരിശുദ്ധ പരമദീപകാരണത്തിന് മെറിറ്റിലെ ഇത് യോഗ്യതയിലെ ഇത് വർക്ക് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ദൈവരഹസ്യം വെളിപ്പെടും. എന്താ പറയണത്? പരിശുദ്ധാത്മാവ്. ലൂക്കാ 1:35 എന്താ പറയണത്? പരിശുദ്ധാത്മാവ് പറഞ്ഞേ, നിന്റെ മേൽ വരും.
ഇനി പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയുമ്പോഴേ ഉടമ്പടി പ്രകാരം നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? ശക്തിയാണ് ലഭിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമുക്ക് പവറില്ല, നമുക്ക് അതിനുള്ള കലിബറില്ല, കപ്പാസിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ബദൽ തരണത് എന്താണ്? പവർ ഓഫ് ഗോഡാണ്, എംപവർ. മനസ്സിലായോ? ഞാൻ എപ്പോഴും ഇപ്പോൾ IELTS കുഞ്ഞുങ്ങളെ എല്ലാവരെയും വിളിച്ച് നിർത്തില്ല ഇവിടെ. MOH, ഹാദ്, പ്രൊമട്രി, BTech, PSC എല്ലാ പിള്ളേരെയും ഇവിടെ വിളിച്ച് നിർത്തും. എല്ലാ ദിവസവും വരുന്നവരെയൊക്കെ വിളിച്ച് നിർത്തും. പ്രാർത്ഥിക്കണം, അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരെ ഞാൻ അവർക്ക് ആദ്യം ആശീർവാദം കൊടുക്കും. വെഞ്ചരിച്ചത്, പ്രത്യേകിച്ച് വെഞ്ചരിച്ചത് എന്നുവെച്ചാൽ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് ഞാൻ അവരോട് ചോദിക്കും, മക്കളെ എന്തെങ്കിലും ആശീർവാദം തരണമെന്നറിയാവോ? ഐ ആം ഗോയിങ് ടു സെറ്റ് യുവർ സ്റ്റഡീസ് ടു ദി പ്രെയർ. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പഠനങ്ങളെ ഞാൻ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇനി കണക്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾ പറഞ്ഞു കൊടുക്കും. വെൻ യു യൂസ് ദിസ് മെഡൽ യു ജസ്റ്റ് റിസെറ്റ് ദ ക്രേദോ. എന്താണ്? നിങ്ങൾ ഈ മെഡൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വിശ്വാസപ്രമാണം ചൊല്ലണം. ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളിൽ ഒത്തിരിയേറെ അനുഭവം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്നൊരു അനുഭവം എന്ന് വെച്ചാൽ ആ ഉടമ്പടി സാക്ഷ്യം, ഇപ്പോൾ മേഴ്സി ദേവസ്യ, അതുപോലെ തന്നെ ഷെറിൻ ആലപ്പുഴ, ഇവരെല്ലാം ഉടമ്പടി ഈ തൈലം ഉദരത്തിൽ തേച്ച് സിസ്റ്റ് മാഞ്ഞു പോയ സാക്ഷ്യം കാണുന്നില്ല. പക്ഷേ ഞാൻ ഈ നേർച്ച വസ്തുക്കളെക്കുറിച്ച് ചുമ്മാ ഇങ്ങനെ ഇപ്പോൾ ഒരു സാക്ഷ്യം വന്നുകൊണ്ട് ഇങ്ങനെ പറയണം, അല്ലാതെ ബേസിക്കായിട്ട് ഞാൻ നേർച്ച വസ്തുക്കളെ ഇങ്ങനെ പൂരിപ്പിച്ചിരിക്കാൻ പറയത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പറയാത്തതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ചില സമയത്ത് ആദ്യമായിട്ട് കേൾക്കുന്നവന് ചിലപ്പോൾ അതൊരു പ്രൊമോഷനായിട്ട് തോന്നും. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഞാൻ പറയാത്ത നിങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ XY എന്ത് ഉപയോഗിച്ചാലും ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ചല്ല ഞാൻ പറയണത്, ഉപയോഗിക്കേണ്ട രീതികൾ, അതിൻ്റെ അകത്ത് പവർ ആക്ടിവേറ്റ് ചെയ്യേണ്ട രീതികളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉടമ്പടിയിലെ ഓരോ വിഷയവും, ഉടമ്പടി തൈലമായാലും ഉടമ്പടി ഉപ്പായാലും, ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് 12 തരം മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളെയും സാരം സംഗ്രഹിച്ചുകൊണ്ടുള്ള 12 പ്രാർത്ഥനകൾ ചൊല്ലിയാണ് ഇത് വെഞ്ചരിക്കണം. ഇത് വെഞ്ചരിക്കുമ്പോൾ പക്ഷേ ഇത് പ്രയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. എന്താ കാര്യം? എല്ലാ പ്രയോഗ വിധികളും ഒറ്റ ഫോർമുല വർക്ക് ചെയ്യണത്. എല്ലാ പ്രയോഗ വിധികളും ചുമ്മാ നമുക്ക് ഇടാനൊന്നും പറ്റത്തില്ല. എല്ലാ പ്രയോഗ വിധികളും യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെന്താണ്? ദൈവം അവന് മരിച്ചവൾ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് ഇത്രയും ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഈ നേർച്ച വസ്തുക്കൾ തൊടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കരടകത്ത് കടുകിടണ പോലെ ഇരിക്കും. നമുക്ക് പൊട്ടിയെന്ന് കേട്ടാൽ മതിയില്ല. മനസ്സിലായില്ലേ? കരടകത്ത് നമ്മൾ എന്താ വറയിടുമ്പോൾ കടുകിടത്തില്ലേ? അപ്പോൾ അത് പൊട്ടിയത് കേട്ടാൽ മതി അല്ലേ? അത്രയും മതി. പക്ഷേ നേർച്ച വസ്തുക്കളുടെ പ്രയോഗം അങ്ങനെയല്ല. നേർച്ച വസ്തുക്കളാകുമ്പോൾ കടുക് നമ്മുടെ ആത്മാവിൽ പൊട്ടണം. ആദ്യം എന്താ സംഭവം ചെയ്യണത്? ആദ്യം യേശു കർത്താവാണെന്ന് ഒന്ന് വായിച്ചാൽ മോളെ 10:9. അത് കറക്റ്റ് വചനമാണ് കേട്ടോ, ശ്രദ്ധിച്ചേക്കണം. കറക്റ്റ് വചനം ഇതിൻ്റെ വചനമാണ്, ഉടമ്പടി പ്രയോഗത്തിൻ്റെ വചനമാണ്. റോമ 10:9 വായിച്ചോളൂ. ആകയാൽ ഒന്ന് പറഞ്ഞേ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോൾ നമ്മൾ ഒരു വ്യക്തി പ്രാപിക്കണത് എന്താണ്? രക്ഷയാണ്. പക്ഷേ രക്ഷ ഒരേ സമയം തന്നെ ഒരു വ്യക്തിയുമാണ്, ഒരു ശക്തിയുമാണ്. മനസ്സിലായി ഐഡിയ? ഇതിൻ്റെ കറക്റ്റ് നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞ് പ്രയോഗിക്കണം. അതായത് നമ്മളെന്താ ചെയ്യണത്? ക്രിസ്ത്യാനിറ്റിയിൽ ദൈവാനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ രക്ഷ പ്രാപിക്കുകയാണ്. റോമ 10:9 അനുസരിച്ചുണ്ട്. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരേ സമയം തന്നെ വ്യക്തിയുമാണ്. വ്യക്തിയാണെന്ന് പറയാൻ കാര്യം എന്താണ്? ലുക്ക 2:30 ഈശോയെ കയ്യിലെടുത്തപ്പോഴല്ലേ സമയം പറയണത്. എന്താ പറയണത്? ലുക്ക 2:30 എന്താ പറയണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്നാ പറഞ്ഞിരിക്കുന്നത്? അല്ല. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ എല്ലാ ആൾക്കാരും സാക്ഷ്യം പറയേണ്ട കാര്യം ഇതാണ്. അതായത് റൈറ്റായിട്ട് ആർക്കാണ് ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അവൻ്റെ വിഷയം കത്തും. അത് XY നോൺ ബാപ്റ്റിസ്റ്റ് നോൺ ക്രിസ്ത്യൻ ഇതൊന്നും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യത്തില്ല. ആർക്കാണ് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഫോർമുല കീപ്പ് ചെയ്തു പോകാൻ പറ്റണത്? ഫോർമുല ഇതാണ്. എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയണം. പക്ഷേ അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ എന്താണ് എൻ്റെ യേശുവിനെ കർത്താവാക്കുന്നത്? ദൈവം പറഞ്ഞ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പൊ തൊലിപ്പുറത്തുള്ള വിശ്വാസമല്ല,
ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കണത്? അവൻ മരണത്തെ ജയിച്ചവനാണെന്ന്. ദൈവമേ, നിന്റെ വിഷയം എന്താണ്? കടമാണോ? ക്യാൻസർ ആണോ? മരണമല്ലല്ലോ. മരണത്തെ ജയിച്ചവനാണ് നിന്റെ കർത്താവ്. കൈയിടിച്ച് കർത്താവ് പരമദിവ്യകാരുണ്യത്തിന് 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 അച്ഛൻ എന്താ പറഞ്ഞത്? രക്ഷ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ശിമയോൻ ഈശോനെ കയ്യിലെടുത്തപ്പോൾ എന്താ പറഞ്ഞത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി, ലൂക്കാ 2:30, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന പറഞ്ഞേ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ രക്ഷ ആരാണ്? ഒരു വ്യക്തിയാണ്. ഇനി ഈ വ്യക്തിയെ നമ്മൾ ഉടമ്പടി പ്രകാരം സ്നേഹിക്കുമ്പോൾ, മനസ്സിലായില്ലേ? വ്യക്തിയെ നമ്മൾ എന്താ ചെയ്യണത്? ഉടമ്പടി പ്രകാരം നമ്മൾ എന്താ ചെയ്യണത്? അതാണ് അത്. യോഹന്നാൻ 14:23 പിന്നെ വരണത്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും, ഈ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണം. മനസ്സിലായില്ലേ? അതാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ, നിങ്ങൾ ഉടമ്പടി ചെയ്താൽ, അവൻ പറയുന്ന പോലെ ചെയ്താൽ എന്താണ്? എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ രക്ഷ നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതി കണ്ടില്ലേ? ആ പ്രോസസ്സിങ് കണ്ടില്ലേ? എന്താ ചെയ്യണത്? അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഉടമ്പടി പ്രകാരം എന്തെങ്കിലും ചെയ്യണമെങ്കിലേ, നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്താലും, നിങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരം പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് ബാക്കാണെന്ന് അവൾ പറഞ്ഞില്ലേ? എത്രയോ പേര് നമ്മൾ പറയും, എനിക്ക് ഒരു കമ്പനി സ്റ്റഡി തരുവാന്ന് ചോദിക്കത്തില്ലേ? അപ്പോൾ എനിക്കില്ലേ, ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കണം, ഞങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ പഠിക്കാൻ പറ്റാത്തവരെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? അത് ശവം അടക്കണത് എന്തുകൊണ്ടാണ് നമ്മൾ മണ്ണിടണത്? നമ്മൾ ശവം അടക്കാൻ നേരത്ത് നമ്മൾ ഒരു പിടി മണ്ണ് വാരിയിടത്തില്ലേ കുഴിയിലിട്ട്? അതെന്തിനാണ് അങ്ങനെ ഇടണത്? അതായത് മരിച്ചവരെ അടക്കുക എന്നുള്ളതൊരു പുണ്യമാണ്. പഴയ നിയമത്തിൽ തുടർന്ന പുണ്യമാണ്. പഴയ പുണ്യമാണത്. അല്ല നിങ്ങൾ ബന്ധം പിരിക്കണമെങ്കിൽ ആന കൂനെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നാട്ടു വർത്താനമാണ്. അതൊന്നും ഇതുമായിട്ട് ബന്ധമില്ല. ഇതിൻ്റെ ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ തോബിയാസിൻ്റെ പുസ്തകമാണ്. മരിച്ചവരെ അടക്കണത് ഒരു പ്രതികൂലമായ സാഹചര്യമായിരുന്ന കാലത്ത് പോലും തോബിയാസ് മരിച്ചവരെ അടക്കിയിട്ട് വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പം അടക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു മൗലികമായ ഭരണഘടന മൗലിക അവകാശം തന്നെ പോലെ നമ്മുടെ ജന്മത്തിൽ ദൈവം തന്നൊരു അവകാശം, ഇത് കടമയാണ്. എന്താണ്? മരിച്ചവരെ അടക്കുക. അതുകൊണ്ട് അടക്കത്തിനൊക്കെ പോണതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ദൈവം ഏൽപ്പിച്ച മൗലികമായ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുകയാണ് ചെയ്യണത്. ഈ മൗലിക ഉത്തരവാദിത്വം തന്നെയാണ്, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ക്ലിയർ അല്ലേ? ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു. മൗലിക ഉത്തരവാദിത്വമാണ്. ഈ മൗലിക ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഉടമ്പടി നിങ്ങളോട് പറയണത്. അവൻ പറയണ പോലെ ചെയ്യാൻ. പക്ഷേ വി മസ്റ്റ് ഡു ഇറ്റ് ഔട്ട് ഓഫ് പ്യുവർ ലവ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തല്ല, ഇനിയിപ്പോൾ ഈ കുന്തവും ചെയ്യണമായിരിക്കും, കൊടുത്തേക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അളിഞ്ഞ മോന്തയും കൊണ്ട് വാരി വലിച്ച് ചെയ്താൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? 14:23 വേണം. അത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് 14:23 സിങ്ക് ചെയ്യണം. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും, പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്താൽ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവം നമ്മളിൽ വന്ന് വാസമുറപ്പിച്ചാൽ എന്ത് സംഭവിക്കും? വി വിൽ ബി എംപവേർഡ്. ഇപ്പം നമ്മുടെ പവർ പോയി. നമ്മുടെ പഴയ നിസ്സഹായ അവസ്ഥ ഒന്നുമില്ല. അപ്പോൾ അവൾ പറയാൻ കേട്ടില്ലേ? നിഷ തോമസ് എന്താ പറയണത്? ഞാൻ ഇംഗ്ലീഷിൽ ബാക്കായിരുന്നു, ഞാൻ 10 കൊല്ലമായിട്ട് പഠിച്ചിട്ടില്ല, 10 കൊല്ലമായിട്ട് ജോലിയും ചെയ്തിട്ടില്ല, പക്ഷേ പോപ്പറ്റ് ഇടാൻ തുടങ്ങിയപ്പോൾ അമ്മ എനിക്ക് ഡിക്റ്റേഷൻ തുടങ്ങിയെന്ന്. ചില ആൾക്കാർക്ക് യുക്തിവാദികൾ ചോദിക്കുമേ, പിന്നെ മാതാവ് പരീക്ഷ ഹോളിൽ വന്നിട്ട് പറഞ്ഞു തരണമെന്ന്. ബിബിൻ്റെ സാക്ഷ്യം കേട്ടിട്ട് നമ്മൾ അല്പസമയം കഴിയുമ്പോൾ തന്നെ വേറെ സാക്ഷ്യം വന്നില്ലേ? ബിബിനും പറഞ്ഞ എന്താണ്? ബിടെക്കിൻ്റെ 24ാമത്തെ പേപ്പർ 24 സപ്ലി എഴുതുകയാണ്. പക്ഷേ എന്താ ചെയ്യണത്? കോട്ടയം ബേക്കറി ജംഗ്ഷനിൽ ചെന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉച്ചവരെ ഈ കൃപാസനം പത്രം എല്ലാം കൊടുത്തുകൊണ്ട് നടക്കുകയാണ് ആൾ. നടത്തിയപ്പോൾ അതിന് പരീക്ഷകളിലോട്ട് കയറണത്. പറഞ്ഞ് പേപ്പർ ഇടപ്പം ഞെട്ടിപ്പോവും. പറയും ഞാൻ എഴുതത്തില്ലെന്ന് പറയും. അമ്മ ഞാൻ പഠിച്ചിട്ട് വന്നിട്ട് അടുത്ത പ്രാവശ്യം എഴുതാമെന്ന് പറയും. അപ്പോൾ നീ എഴുതാൻ പറയും. പിന്നെ ഡിക്റ്റേഷൻ തുടങ്ങും. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട് ഇതൊക്കെ. ഇത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യാണ്, ഇത് മിറക്കിലാണ് വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാം. പക്ഷേ പിറ്റേ ആഴ്ച നിഷ തോമസ് വന്ന് സാക്ഷ്യം പറഞ്ഞു, 10 കൊല്ലമായിട്ട് ഇംഗ്ലീഷ് ടച്ചില്ല, പക്ഷേ ഞാൻ പുറമേട്ട് കയറിയതിന് ശേഷം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് ഞാൻ അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല, അതിന് ശേഷവും ഞാൻ സംസാരിച്ചിട്ടില്ല. അമ്മയാണ് എന്നോട് സംസാരിച്ചത്. ശ്രുതികണ്ഠ കൈയടിച്ച് പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിന് ശക്തമായ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ 2 കാര്യങ്ങളെക്കുറിച്ച് ദൈവിക വെളിപാടുണ്ടായി അല്ലേ? എന്നാ പറഞ്ഞത്? ഒന്ന്,
ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? എന്താ പറയുന്നത്? നിങ്ങൾ ദൈവസ്നേഹം പതയാൻ തുടങ്ങും. അതാണ് സംഭവം. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ദൈവസ്നേഹം പതയാൻ തുടങ്ങും. പതയാൻ തുടങ്ങിയില്ലെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവസ്നേഹത്തിലേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? ദൈവസ്നേഹം ഫീൽ ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ, കാരണം ദൈവസ്നേഹം തുടങ്ങാതെ നിങ്ങൾക്ക് ചെയ്യാതെ ഈ പത്രം കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം അത് ദൈവസ്നേഹ പ്രവർത്തനമാണ്. കർത്താവിനോട് സ്നേഹം ഉണ്ടാകാതെ എങ്ങനെയാണ് കർത്താവിനെ അറിയാത്തത് അറിയിക്കുന്നവർ, അല്ലെങ്കിൽ സിനിമ നോട്ടീസ് കൊടുക്കുന്നവരായി പോകത്തില്ലേ? ഇതെല്ലാം ദൈവസ്നേഹത്തോടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കുകയും ചെയ്യുമ്പോൾ ബൈ ഇഫക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ? എന്താ ചെയ്യണത്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു, അല്ലേ? ദൈവം ഉള്ളിൽ വസിക്കുമ്പോഴേ. ഇപ്പം ലൂക്ക 1:49 വായിച്ച് സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവം ആരാണെന്ന് ഇപ്പോൾ വ്യക്തമല്ലേ? ദൈവം ആരാണ്? ശക്തനായവനാണ്, അല്ലേ? അല്ലേ? ദൈവം, അതായത് നമ്മളുടെ മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ മെറിറ്റോറിയസ് ആകുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ശക്തി അപ്ലോഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അമ്മ ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതിന് മറുപടി പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? അത്യുന്നതൻ്റെ ശക്തി. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ രണ്ട് വശത്തും ഒരു വചനം വന്നിട്ടുണ്ട് കേട്ടോ, കോമൺ വേർഡ് അല്ലേ? എന്തേ? ലൂക്ക 1:35 എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മറുപടി എന്താണ് ദൈവത്തിൻ്റെ? ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, ഗ്രേസിലേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഗ്രേസ് വരുന്നതായി പറയണത്. പരിശുദ്ധാത്മാവ് വരപ്രസാദം എന്താണെന്നാണ് പറയണത്? വരപ്രസാദം എങ്ങനെയിരിക്കും? ഇറ്റ് ഈസ് എ പവർ ഓഫ് ദി ഓൾമൈറ്റി. എന്താണ്? അത്യുന്നതൻ്റെ ശക്തിയാണ് വരപ്രസാദം. കൈയിടിച്ച് ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ യോഗ്യതയിലെ ഒരു വിഷയം നമുക്ക് മിസ്സായാൽ അത് എന്നേക്കാട് മിസ്സായെന്ന് വിശ്വാസം പറയത്തില്ല. എന്താ കാര്യം? നിങ്ങളുടെ യോഗ്യതയിൽ എന്തെങ്കിലും മിസ്സായാൽ നിങ്ങൾ അതിൻ്റെ പേര് ഡെസ്പാകേണ്ട കാര്യമില്ല. ഡോക്ടർ പറയും നിങ്ങളോട്, ഇത് ടെസ്റ്റ് ചെയ്തിട്ട് അണ്ടമൊന്നും ഇല്ലല്ലോ, അണ്ട ഉൽപ്പാദിപ്പിക്കണേ ഇല്ല നിങ്ങൾക്ക്. നിങ്ങളുടെ ഭർത്താവിനാണെങ്കിൽ ബീജത്തിന് കൗണ്ടുമില്ല, അതിന് ഓട്ടവും ഇല്ല. ഇങ്ങനെ കുറേ ഇല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം മെറിറ്റിനെ കുറിച്ച് മാത്രമാണ് ഡോക്ടർ പറയണത്. ഇറ്റ് ഇസ് നോട്ട് ഫോർ ഗ്രേസ്. മനസ്സിലായില്ലേ? കാര്യം അച്ഛൻ മനസ്സിലായില്ലേ? ഇപ്പോൾ വൈദ്യശാസ്ത്രം നമ്മൾ പറഞ്ഞ എന്താണ്? മെറിറ്റില്ലെന്നേ പറയുന്നുള്ളൂ. ഗ്രേസ് അവിടെ സബ്ജക്റ്റ് അല്ല. ഗ്രേസ് ആണ് നീ എടുത്ത ഉടമ്പടിയുടെ സബ്ജക്റ്റ്. നമ്മൾ ലൂക്ക 1:35 1:49 സെയിം വേർഡാണ് റെക്കോർഡ് ചെയ്യണം. എന്താണ്? ഒന്നിൽ പറയുന്നു ഗ്രേസിന് പകരം എന്താ പറയണത്? അത്യുന്നതൻ്റെ ശക്തി എന്ന് പറയും, അല്ലേ? ലുക്ക. എന്നിട്ട് ഈ ശക്തിയാണ് അമ്മയിൽ വരുമ്പോഴാണ് അമ്മ മെറിറ്റില്ലാതെ പുരുഷനെ അറിയാതെ തന്നെ പ്രഗ്നൻ്റ് ആകണത്. ഈ ശക്തി തന്നെയാണ് നിന്നെ എൻഗ്രേസ് ചെയ്യണത്. എൻഗ്രേസിങ് എംപവറിങ് സെയിം ആണെന്നാണ് ഇപ്പോൾ പറയണത്. ഇപ്പോൾ ഈ ധ്യാനത്തിൻ്റെ വെളിപാടിൽ എന്താ പറയുന്നത്? എൻഗ്രേസിങ് ആൻഡ് എംപവറിങ് സെയിം ആണ്. അതായത് വരപ്രസാദം കൊണ്ട് നിറക്കണതും നിൻ്റെ ശക്തി കൊണ്ട് നിറക്കണതും സെയിം വൺ ആൻഡ് സെയിം പ്രോസസ്സാണത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ പാലിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കുകയും ചെയ്യും. അതിന് ഈശോ എന്താ പറഞ്ഞത്? അങ്ങനെ ദൈവം വന്ന് വസിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല. എൻ്റെ പിതാവ് എന്നെ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യണത്. അപ്പോൾ നമ്മളല്ല ചെയ്യണത്, കർത്താവാണ് ചെയ്യണത്. മനസ്സിലായില്ലേ? നമ്മുടെ ശക്തി പോയാൽ ഇത് പിന്നെ ദൈവത്തിൻ്റെ ശക്തിയിൽ ഈ സംഭവം ചെയ്തെടുക്കാൻ ബൈബിൾ നൽകുന്ന അൾട്ടിമേറ്റ് ഓപ്ഷൻ കവനൻ്റ് പ്രെയറാണ്. എന്താണ്? ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടെ നമുക്ക് മറ്റ് പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ജോമാരൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങും, ചില ആൾക്കാർ ചില ശ്രദ്ധിക്കത്തില്ല, അങ്ങനെയൊക്കെ ചെല്ലിയാണ് അതിൻ്റെ ഉള്ള ഫലം കൂടി കളയണത്. പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോ വിശദാംശങ്ങളിലും ശാസ്ത്രജ്ഞന്മാരുടെ സൂക്ഷ്മത വേണം. എന്നുവെച്ചാൽ നിങ്ങളത് ചെയ്യുന്നുണ്ടോ? ഇതിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമാണ് നിറയണത്. ദൈവസ്നേഹം നിറയുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ടെമ്പറേച്ചർ നമ്മൾ നോക്കാൻ തെർമോമീറ്റർ ഉപയോഗിക്കണ പോലെ ദൈവസ്നേഹം നിറയും. ദൈവസ്നേഹം നിറഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് തോന്നും, ലൈറ്റായിട്ട് തോന്നും. എല്ലാ കാര്യങ്ങളും ദൈവസ്നേഹത്തിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് സംഭവങ്ങളെ ലൈറ്റാക്കുന്നതാണ്. ദൈവസ്നേഹം നിറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റായിട്ട് തോന്നും. വെയിറ്റ് ആൻഡ് ലൈറ്റ് ഇത് രണ്ട് എക്സ്പീരിയൻസാണ്. നിങ്ങൾക്ക് ദൈവസ്നേഹം നിറഞ്ഞില്ലെങ്കിൽ 10-30 പത്രം കാണുമ്പോൾ ഇനി ഇത് ഏത് പള്ളിക്കൊണ്ടേ കൊടുക്കാനാണ്, നാട്ടിൽ കൊണ്ടേ കൊടുക്കണം, പള്ളിക്കൊണ്ടേ കൊടുക്കണം, പള്ളിയിലെ ആൾക്കാരൊക്കെ ഉണ്ടാകില്ല, അപ്പോൾ കാണത്തില്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വന്നില്ലേ? കഴിഞ്ഞ ദിവസം സാക്ഷ്യം എന്താണ്? ഞാൻ DYFIയുടെ മേഖലാ സെക്രട്ടറിയാണ്, ഞാനെങ്ങനെ പത്രം കൊണ്ടേ കൊടുക്കണം എന്ന് ചോദിച്ചില്ലേ?
ഒരാൾ ഞാൻ DYFIയുടെ മേഖലാ സെക്രട്ടറിയാണ്, ഞാൻ എങ്ങനെയാണ് പത്രം കൊണ്ടേ കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള ഭാരങ്ങൾ വരും, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഭാരം വന്നാൽ അതിൻ്റെ അർത്ഥം ദൈവസ്നേഹം നിറഞ്ഞിട്ടില്ല ആ മേഖലയെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട ഉടമ്പടിയുടെ ആ കാര്യങ്ങൾ പാലിക്കണമല്ലോ. അല്ലേ, ഇനിയിപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായെന്ന് വേണ്ട, ഞാൻ കൂടെ കൊടുത്തേക്കാം. പത്രം നീ അമ്മ പള്ളി പോകണ്ട, അമ്മ ഒരു പത്രം ഞാൻ കൊടുത്തേക്കാം, അവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഈ സംഭവം 10 പത്രം പോലും കൊടുക്കണം നിനക്ക് ഭാരമാണ്, വെയിറ്റാണ് നിനക്ക് ഭാരം. ദാറ്റ് മീൻസ് ദൈവസ്നേഹം നിറഞ്ഞിട്ടില്ലെന്ന് അർത്ഥം. ദൈവസ്നേഹം നിറഞ്ഞാൽ 10 പകരം 300 പത്രം നീ വാങ്ങിച്ചുകൊണ്ട് ഈസി ആയിട്ട് കൊടുക്കും, ലൈറ്റാവും. അപ്പോൾ നമുക്ക് ദൈവസ്നേഹം നിറഞ്ഞോ ഇല്ലയോ എന്ന് അറിയണത് ലൈറ്റാണോ വെയിറ്റാണോ എന്ന് അറിഞ്ഞിട്ടാണ്, മനസ്സിലായില്ലേ? ഒരു കാര്യം, ഇപ്പോൾ രോഗിയെ പോയി കാണണം, അയ്യോ ഏത് രോഗിയാണ് കാണുന്നത്, എന്നാൽ പിന്നെ ഇളയമ്മയെ പോയി കണ്ടേക്കാം. അമ്മ ഇളയമ്മ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോകുന്ന അതാ വീട്ടിലുണ്ടാ? അതെന്താ ആശുപത്രിയിൽ നിന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആശുപത്രിയിൽ പോകണമെങ്കിൽ ഒരു 3-4 വണ്ടി കയറി അല്ലെങ്കിൽ പോകണം. വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ. അപ്പോൾ ഇതിനകത്ത് അതാണ് ചോദിക്കണം, അമ്മ ഇപ്പോൾ ഇളയമ്മ ആശുപത്രിയിൽ നിന്ന് പോകുന്ന അതാ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കും. അതായത് ഇളയമ്മയെ കണ്ടുകൊണ്ട് ഉടമ്പടി ശരിയാകത്തില്ലേ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ബന്ധുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതിഫലം അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന്. ദൈവം തരത്തില്ല പ്രതിഫലം, അവർ വല്ലതും തരും, ചിരിച്ച് കാണിക്കത്തേ ഉള്ളൂ. നിങ്ങൾ മുന്തിരിയും ഓറഞ്ചും കൊണ്ടില്ലുമ്പോഴേ നിങ്ങളൊന്ന് വിളിച്ച് കാണിക്കും, അവർ ചിരിച്ച് കാണിക്കാൻ ചാപ്റ്റർ കോഴ്സ്. നിങ്ങളുടെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു എന്ന് തീർന്നു. അത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പ്രതിഫലത്തിനെന്താണ് അവകാശം? കർത്താവിൻ്റെ പ്രതിഫലം കിട്ടത്തെന്നാണ് പറയണത്, മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് ബന്ധം സ്വന്തമോ അല്ല, നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാരാ ദൈവത്തിൻ്റെ പേരിൽ ദൈവമാണെന്ന് കണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഒരേ വിഷയം അല്ല. ആരും ഇങ്ങനെ ഈ എളുപ്പ വഴി ക്രിയ ചെയ്യാൻ പോകണ്ട, ഒരു വഴിയും നടക്കത്തില്ല. ആ ഇട്ട അരിയുടെ വെള്ളം വാങ്ങി വെച്ചാൽ മതി. നിങ്ങൾ എളുപ്പ വഴി, അതായത് അത് നിങ്ങൾക്ക് വെയിറ്റായിട്ട് തോന്നണില്ലേ? ആ വചനം എടുത്തോളൂ, മത്തായി 5:46. മത്തായി 5:46 എന്താ പറയണ കേട്ടോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഒന്ന് പറഞ്ഞാൽ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടുക? അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്ന ബന്ധുക്കളെ, സ്വന്തപ്പെട്ട ഒരു സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ മാത്രം സ്നേഹിച്ചാൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അല്ലെങ്കിൽ കിട്ടുമെങ്കിൽ അവരോട് വാങ്ങിച്ചോളാൻ പറയും. നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണല്ലോ, നിങ്ങളെ കൊടുക്കുന്ന ആൾക്കാരോട് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിച്ച്, അതുകൊണ്ട് അവരാണ് നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ പ്രതിഫലം അവരോട് മേടിച്ചോളാൻ പറയും. ദൈവമായിട്ട് അതിന് ബന്ധമില്ല. ബന്ധം വേണമെന്നുണ്ടെങ്കിൽ എന്നെ കാണണം. ഒരു പരിചയമില്ലാത്ത ആൾക്കാരിൽ ഇപ്പോൾ ഒരു അവസരത്തിൽ നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവരിൽ എന്നെ കാണണം, ഞാനാണെന്ന് കരുതണം. അത് മനുഷ്യന്മാർ നിങ്ങളുടെ ആവശ്യമുള്ളവരെ നിങ്ങൾക്ക് എന്നാണ് ഈശോ ആണെന്ന് കരുതാൻ കഴിയണത്, അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി ആക്ടിവേറ്റ് ആകും, ഉടമ്പടി നടപടിയിലാവും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ.